വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും കൃപാസ് വേണിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അന്നേരം ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെയർ പാക്കുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നേ എത്തിയിരിക്കുന്നത്. അതും വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രം നമുക്ക് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം കൊണ്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പം രാത്രിയായി ഇവിടെ, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് അപ്പോൾ ഇന്ന് രാത്രിയിലാണ് ഞാൻ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. ഈ പാക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, അതിനൊന്നും കുഴപ്പമില്ല. പിന്നെ ഈ കോൾഡിൻ്റെ ഒക്കെ പ്രശ്നമുള്ളവർ രാത്രിയിലൊന്നും യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. പകൽ സമയത്ത് യൂസ് ചെയ്താൽ മതി. അപ്പം ഞാൻ കൂടുതൽ രാത്രിയിലൊക്കെയാണ് എല്ലാ പാക്കും അപ്ലൈ ചെയ്യാറുള്ളത്. എനിക്ക് ഇന്നുവരെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അപ്പം നമുക്ക് ആദ്യം ആ പാക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ആദ്യം ഒന്ന് നോക്കിയിട്ട് വരാം. നമ്മുടെ ഈ പാക്കിന് ആദ്യം ആവശ്യമായത്, ഞാനിവിടെ തൈരാണ് എടുത്തേക്കുന്നത്. തൈര് കുറച്ച് എടുത്തിട്ടുണ്ട്. അത് നമ്മളുടെ മുടിയുടെ ആവശ്യത്തിനായിട്ട് എത്രയാണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പം ഇവിടെ ഇത്രയും തൈര് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ നാരങ്ങ എടുത്തിട്ടുണ്ട്. ചെറുനാരങ്ങ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ എനിക്കിവിടെ കിട്ടിയെന്ന് ഈ നാരങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ കുരു കളഞ്ഞിട്ട് ഞാൻ അതിൻ്റെ ഒരു കുറച്ച് പോർഷൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ കുറച്ച് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് നീര് മാത്രം മതി, നമുക്ക് ഫുൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിനകത്തേക്ക് എടുക്കാൻ പോകുന്നത് കുറച്ച് ഒലിവ് ഓയിലാണ്. ഒരു സ്പൂൺ ഒലിവ് ഓയിൽ എടുത്തിട്ടുണ്ട്. ഒലിവ് ഓയിൽ ഇതിനകത്തേക്ക് ഒരു സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കണം. അപ്പം നമ്മുടെ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ തൈരും ഒലിവ് ഓയിലും നാരങ്ങാ നീരൊക്കെയാണ്. പിന്നെ നമുക്ക് ഈ തൈരും ഈ നാരങ്ങാ നീരും ഒക്കെ യൂസ് ചെയ്താൽ തല ഒരിക്കലും നമ്മുടെ നരയ്ക്കാനൊന്നും പോകുന്നില്ല. ഇപ്പൊ തൈര് മാത്രമായിട്ട് അപ്ലൈ ചെയ്താൽ ചിലപ്പം നമ്മുടെ തലമുടി നരയ്ക്കും. നാരങ്ങ ഒറ്റയ്ക്ക്, അങ്ങനെ ഹണി ഒറ്റയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തല നരയ്ക്കാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ തലമുടി നരയ്ക്കത്തില്ല. ഇതെന്ന് പറഞ്ഞാൽ ഇത് ബെസ്റ്റാണ് ഡാൻഡ്രഫ് റിമൂവ് ചെയ്യാൻ ഇത് ബെസ്റ്റ് ഒരു പാക്കാണ്. അതുപോലെ ഒലിവ് ഓയിൽ നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. ഈ തലയിലുള്ള ചൊറിച്ചിൽ ഇതൊക്കെ റിമൂവ് ചെയ്യാൻ ഏറ്റവും നല്ല പാക്കാണിത്. അതുപോലെ ഈ നെറ്റി കയറൽ, എനിക്ക് നെറ്റി കയറൽ നല്ല വൃത്തിയായിട്ടുണ്ട്. അതുപോലെ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ക്ലോറിൻ വാട്ടറാണ്. അപ്പോൾ ഇവിടെ കുളിക്കുന്നതുകൊണ്ട് നമുക്ക് ഡാൻഡ്രഫ് എപ്പോഴും വരും. അപ്പം ഇതൊക്കെ ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ച് കുറവ്. ഇത് ഞാൻ മിക്കവാറും അപ്ലൈ ചെയ്യുന്നതാണ്. എനിക്കിത് നല്ല വ്യത്യാസമുണ്ട്. അപ്പം ഇതിപ്പോൾ എനിക്ക് രാത്രിയിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ആകെ ഒരു ഫ്രൈഡേ ആണ് എനിക്ക് ആകെ ഹോളിഡേ ഉള്ളത്. അത് നമുക്കെല്ലാം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഈ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന ദിവസം ഞാൻ രാത്രിയിൽ ഈ ഓരോ പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പക്ഷെ എനിക്ക് ഇതുവരെ ഒരു കോൾഡോ അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ വന്നിട്ടില്ല. തലമുടി നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷമേ ഞാൻ കെട്ടിവെച്ചിട്ട് ഉറങ്ങത്തുള്ളൂ. അല്ലാതെ ഒരു പ്രശ്നമില്ല. അപ്പം ഇത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം, അങ്ങനെ ഒരു പ്രശ്നമില്ല. പിന്നെ കോൾഡ് വരുന്നവർ കാണും, അവർക്കൊക്കെ ചിലപ്പം പ്രശ്നമായിരിക്കും. അപ്പം നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വേണം ഒരു പാക്ക് അപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്കിത് എന്തായാലും അപ്ലൈ ചെയ്യാം തലയിലേക്ക്. ആദ്യം നമുക്ക് കുറച്ചായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇവിടുന്ന് ഫ്രണ്ടിൽ നിന്ന് തുടങ്ങാമേ. ഇത് നമ്മൾ പയ്യെ ഇത് ചെയ്യാം. അയ്യോ, അതിനു മുമ്പ് ഞാൻ പറയാൻ പറ്റുപോയി, നമ്മുടെ തലയിൽ എന്ത് പാക്കും അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു ഓയിൽ മസാജ് കൊടുക്കണം. ഞാൻ വന്നപ്പോൾ തന്നെ ഒരു ഓയിൽ മസാജ് കൊടുത്തിരുന്നു. പിന്നെ അതിനുശേഷമാണ് ഞാൻ ഈ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഏത് പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പും നമ്മുടെ തലമുടിക്ക് ഒരു ഓയിൽ മസാജ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എപ്പോഴും നല്ലതായിരിക്കും അത്. അപ്പം നമുക്കിത് ഓരോരുത്തരത്തായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ തലയിലെല്ലാം നല്ലതായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് ഷാമ്പു ഇട്ട് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ ഇത് ക്ലീൻ ആവും. നമ്മുടെ തലയിലുള്ള അഴുക്കുകളെല്ലാം പോയി ഡാൻഡ്രഫ് എല്ലാം മാറാനും സഹായിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ അടിപൊളി ടിപ്സും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ ബൈ.